ശുഭനേരളോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ രാവിലെ സമയം എത്രയെന്നറിയുമോ? രാവിലെ 8:30 മണിയായി. എൻ്റെ മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ മുടിയിൽ തേക്കുന്ന ഒരു സൂത്രം കാണിച്ചു തരാൻ പോവാം കേട്ടോ. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് കറുത്തപ്പാടാന്ന് പറയല്ലേ, ഈ ലൈറ്റിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സൂര്യരശ്മികൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ. നമ്മൾ ഇവിടെ നിന്നുള്ള ആ ഒരു വെട്ടമാണ് കേട്ടോ. അതെ, ഇല്ല കേട്ടോ, ഇങ്ങനെ ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾ പറയും, ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയിൽ ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് പൂർണ്ണമായിട്ടും നര പോവും എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരുപാട് ആൾക്കാരുടെ കെമിക്കൽ ഡൈ ഒക്കെ തേച്ചിട്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ എന്ത് സാധനം തേച്ചാലും, ഞാൻ പറയുന്നത് കാര്യങ്ങൾ കേട്ടിട്ട് ആർക്കും വെറുപ്പ് തോന്നിയിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ഈ ഡൈ തേച്ച മുടിയാണെങ്കിൽ, അതായത് എന്താ ഈ കെമിക്കൽ ഡൈ ഒക്കെ ഇല്ലേ, അതൊക്കെ തേച്ചിട്ട് ഈവൻ ബ്ലാക്ക് റോസ് നമ്മുടെ ഗോദ്റേജിൻ്റെ ബ്ലാക്ക് ഹെന്ന ഇങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അത് എന്ത് ഡൈ തേച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ നമ്മുടെ മുടിയേൽ എന്ത് നാച്ചുറലായിട്ടുള്ള എന്ത് തേച്ചാലും അത് പൂർണ്ണമായിട്ട് മാറത്തില്ല. പിന്നെ കുറച്ചൊന്ന് മറച്ച് വയ്ക്കാം നമുക്ക്. ഇപ്പം എൻ്റെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആയി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ആ വലിയ നര, അതായത് എൻ്റെ ഈ സൈഡിൽ എൻ്റെ സിന്ദൂരം തൊടുന്നിടത്ത് എൻ്റെ ഇവിടെ ഒക്കെയാണ് എനിക്ക് കൂടുതലും നര ആദ്യം പ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് അപ്രത്യക്ഷമാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട കാര്യം, തലയിലിങ്ങനെ ചൊറിച്ചിൽ, പിന്നെന്താ മുടി കൊഴിച്ചിൽ, നമ്മുടെ സ്കാൽപ്പ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സ്കാൽപ്പ് വൃത്തിയായാൽ എന്ത് പറ്റും, ആ സുഷിരങ്ങളൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുന്നതിനെയൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് സ്കാൽപ്പിനെ നല്ല ക്ലീനാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് മുടിയുടെ വളർച്ച, അതായത് ചിലർ പറയത്തില്ലേ താരൻ വന്ന്, ചിലരെൻ്റെ പാർലറിൽ വരുന്നവർ പറയുന്ന കാര്യമാണ് കേട്ടോ, താരൻ വന്ന് എൻ്റെ കൊച്ചേ എൻ്റെ മുടി മുഴുവൻ അടഞ്ഞുപോയി, സ്കാൽപ്പ് മുഴുവൻ അടഞ്ഞുപോയി താരം വന്ന്. അപ്പോൾ സ്പാ ചെയ്യാൻ വരുന്നവരൊക്കെ പറയുന്ന ഭാഷകളാണ് കേട്ടോ. അത് സത്യമാ, അവർ പറയുന്നത് നമുക്ക് ആദ്യം തമാശാന്ന് തോന്നിയാലും അത് സത്യമാണ്. നമ്മുടെ സ്കാൽപ്പ് നമ്മൾ ഇത് ഇങ്ങനെ ഈ സ്കാൽപ്പ് താരന് ഒരുപാട് ഓയിൽ തേക്കുന്നവർക്ക്, ഇപ്പം ഞാൻ ഒരുപാട് ഞാൻ ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയും. പക്ഷേ എൻ്റെ മുടിയെ സത്യം പറഞ്ഞാൽ ഒരു ഓയിൽ കണ്ടൻറ്റ്, എപ്പോഴും ഓയിൽ തേച്ച പോലെ എൻ്റെ മുടി ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓയിൽ തേക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് അതൊരു ഓയിൽ ഒത്തിരി തേച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് തൊട്ട് നോക്കുമ്പം പ്രശ്നമൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞങ്ങൾ ഓയിൽ തേച്ച് മസാജ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രധാന കാര്യം, ഓയിൽ തേച്ചിട്ട് ഒരിക്കലും ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാതെ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് എണ്ണ തേച്ചിട്ട് അവർക്ക് എന്തുമാത്രം മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലോർക്കത്തില്ലേ. പക്ഷേ അതെന്തുകൊണ്ടാണ്, അവർ തോട്ടിലൊക്കെയാണ് പോയി കുളിക്കുന്നത്. അന്ന് കുളിമുറികളിലൊക്കെ കുളിക്കുന്ന വിരളമല്ലേ. തോട്ടിലൊക്കെ പോയി കുളിക്കുമ്പോൾ പോകുന്ന വഴി നല്ല ചെമ്പരത്തി താളിയൊക്കെ പറിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കല്ലയിലിട്ടൊന്ന് ഉരച്ച് അവരുടെ മുടിയെ തേക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് താളികളുണ്ട് പഴയ, അങ്ങനെയൊക്കെ അവർ തേച്ചുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രശ്നമില്ലാതെ താരനൊന്നും ഇല്ലാതെ അവരുടെ മുടി നല്ല സ്മൂത്തായിട്ട് വളർന്നുകൊണ്ടിരുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ എപ്പോഴും വർക്കിംഗ് വുമൺസാണ് മിക്കവരും. ആരും തന്നെ വർക്ക് ചെയ്യാതെ വീട്ടിൽ അങ്ങനെ, അല്ലെങ്കിൽ അതുപോലെ പ്രായം ചെന്നവർ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വീട്ടിലിരിക്കുന്നത്. അല്ലാതെ ഒരുമാതിരിപ്പെട്ട കൊച്ചു പിള്ളേരടക്കം എല്ലാവരും എന്ന് പറയുന്നത്, കൊച്ചു പിള്ളേരെന്ന് ഞാൻ ഉദ്ദേശിച്ച 10-20-30 വയസ്സ് താഴെയുള്ള ആൾക്കാർ മുതൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി, വീട്ടിൽ നിന്ന് പോയി ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ചുകൊണ്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുക, അങ്ങനെ നമ്മുടെ പൊടിയും നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ
സ്കാൽപ്പയിലോട്ട് വന്നിട്ടിട്ട് പിന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ആ സ്കാൽപ്പ് അങ്ങ് അടഞ്ഞു പോകുന്ന പോലെ അവർ പറയുമ്പോൾ നമുക്ക് തമാശയൊന്നുമില്ല, സത്യമാണ്. പോഴ്സൊക്കെ നമുക്ക് സ്കാൽപ്പൊക്കെ അടഞ്ഞു പോകും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഹെന്ന ഇട്ട് കൊടുക്കാം. ഹെന്ന ഇട്ട് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഹെന്ന ഇട്ട് കൊടുക്കാം, നീലയമരി ഇട്ട് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ചെറിയ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കലും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനകത്ത് കാണിക്കുന്ന കാണാം. ഞാൻ ആരെയും കുറ്റം പറയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒന്നും അറിയാൻ മേലാതെ കാണുന്ന പാവം ഓഡിയൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഹെന്ന ഒരിക്കലും ചൂടാക്കരുത്. നമ്മൾ ഹെന്ന തയ്യാറാക്കുമ്പോൾ പോലും ഇത് നമ്മുടെ തേയില വെള്ളം തണുത്തിട്ട് വേണം, ആ തണുത്ത തേയില വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഹെന്നയും നീലയമരിയും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരിക്കലും ചീനിച്ചട്ടി ചൂടാക്കി, അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി ഒരിക്കലും ചൂടാക്കാൻ പറ്റത്തില്ല. നെല്ലിക്കാപ്പൊടി ചൂടാക്കരുത്. ചൂടായാൽ അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും, അത് വേറൊരു ഇതിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഹെന്ന ആയാലും നീലയമരി ആയാലും നെല്ലിക്ക പൗഡർ ആയാലും ഒന്നും ചീനിച്ചട്ടി ചൂടാക്കി ഇതങ്ങോട്ട് ചൂടാക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മുടിയിൽ ഞാൻ തേച്ച് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നെല്ലിക്ക പൗഡറിൻ്റെ കൂടെ ഒരു പ്രധാന സൂത്രം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണിക്കാം കേട്ടോ. ഒത്തിരി നമുക്ക് ചെയ്തുകൊണ്ട് പറയാം. ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെല്ലിക്ക പൗഡറാണ് കേട്ടോ. നെല്ലിക്ക പൗഡർ ഇട്ട് കൊടുക്കാം. 2 പൗഡർ എടുത്താലേ ഉള്ളൂ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതാകത്തുള്ളൂ. കണ്ടോ? കുറച്ച് ഒരു സ്പൂൺ കൂടെ എടുക്കാം കേട്ടോ. കാരണം എല്ലായിടത്തും തേച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തേയാത്ത പോലെ തോന്നുവേ. 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ 3 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ കട്ട തൈര് നമ്മുടെ സ്കാൽപ്പിന് സൂപ്പറാണ് കേട്ടോ. മുടിയുടെ വളർച്ചയ്ക്കും, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ സ്കാൽപ്പ് ഇങ്ങനെ അടഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞില്ലേ, മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ തൈര്. അപ്പോൾ നെല്ലിക്ക പൗഡറിൻ്റെ ഗുണം ഞാൻ പറയാതെ, അമല പൗഡറിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വല്ലതും അറിയാൻ മേലാതെ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മുടി നന്നായിട്ടൊന്ന് ഡീപ്പ് യു വെട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ വെട്ടിയിട്ട് ഒരു 3-4 മാസമായെന്ന് തോന്നുന്നല്ലേ. ഓണത്തിൻ്റെ ടൈമിലാണ്, ഒരു കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാൻ വെട്ടി. അത് ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു കല്യാണം. അപ്പോൾ സെപ്റ്റംബർ ആണോ ഓഗസ്റ്റ് ആണോ, എന്തായാലും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു 3-4 മാസമായി എൻ്റെ മുടി വെട്ടിയിട്ട്. പക്ഷെ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് മുടിക്ക് നീളം വേണ്ട, എനിക്ക് ഇതുപോലെ നല്ല ഉള്ളായിട്ട് കിടക്കണം. എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഇതൊന്നും എൻ്റെ ഒരു മുടിയുമല്ല, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഉള്ള മുടി നന്നായിട്ട് കിടക്കണം, പൊഴിച്ചിലൊന്നും ഇല്ലാതെ നന്നായിട്ട് കിടക്കണം. എനിക്ക് അങ്ങനെ മാത്രം ഒരു ആഗ്രഹമേ ഉള്ളൂ. എനിക്കിങ്ങനെ നീളം വേണ്ട. ഇനി ഇഷ്ടം പോലെ എൻ്റെ അങ്ങ് താഴെ വരെ മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു, നല്ല മുടിയായിരുന്നു. അതെല്ലാം പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പാർലറിൽ സ്പായൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് താരൻ നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് പാർലറിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈമിലൊന്നും താരനൊന്നും കളയാനൊന്നും ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. അത് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെയല്ല, പാർലറും വീടും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഇപ്പോൾ എനിക്ക് ഒത്തിരി ടൈമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ബ്രൈഡൽ മേക്കപ്പ് ആയിട്ട് മാത്രം ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് വേറൊരു വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം 2 വർക്ക് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനിടയ്ക്ക് ഓർക്കുമ്പോഴൊന്ന് പറഞ്ഞോട്ടെ, ദൂരസ്ഥലമാണെങ്കിൽ ശുഭ വരുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു കൊച്ചു പറഞ്ഞു, ചേച്ചി ഇന്ന സ്ഥലമാണ്, അപ്പോൾ വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, വരാമെന്ന് പറഞ്ഞു. അതുപോലെ ദൂരസ്ഥലമാണെങ്കിലും വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവിടെ വന്ന് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പൊടിയല്ലേ, അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ നെല്ലിക്കാപ്പൊടി ഞാൻ ഉണക്കി പൊടിച്ചതൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ നെല്ലിക്കാപ്പൊടി മിക്കവാറും ഞാനിങ്ങനെ ഉണക്കി പൊടിക്കാവോ നോക്കും. പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ചില സമയങ്ങളിൽ ഇത് ഞാൻ അമർജ്യോതി എന്ന് പറഞ്ഞ് ഒരു 1/2 കിലോ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പൊടിയാകട്ടോ അമർജ്യോതി. അവരതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഒറിജിനൽ നെല്ലിക്ക ഇങ്ങനെ പൊടിച്ചെടുത്തതാണെന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ.
അതുകൊണ്ടല്ല, അത് ആർക്കൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അയ്യോ, ശകലം കൂടെ വേണമെന്ന് തോന്നുന്നു. താഴെ അതായിരിക്കുന്നത് കണ്ടോ. നന്നായിട്ട് ഇളക്കി നോക്കട്ടെ, നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇളക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇങ്ങനെ നെല്ലിക്കാപ്പൊടി ആണേലും നമ്മുടെ നീലയമരി ആണേലും ഇങ്ങനെയുള്ളതൊക്കെ ഇത് മതി. ഒത്തിരി ലൂസാകേണ്ട ആവശ്യമില്ല, നമുക്ക് തേച്ച് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മുടി നന്നായിട്ടൊന്ന് ചീകട്ടെ. എന്നിട്ട് ഞാൻ കുളിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നല്ലതായിട്ടൊന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓരോ ലെയർ എടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്കിവിടെ ഇങ്ങനെ തേക്കാം. നല്ല സുഖമാണ് കേട്ടോ. നല്ല നെല്ലിക്കാപ്പൊടി എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് മുടിക്ക്. നമ്മളെ ചിലർ പറയത്തില്ല എൻ്റെ തല നിറച്ച് ചൂടാകട്ടോ, അങ്ങനെയൊക്കെ പറയുന്ന എത്ര പേരുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ചൂട് പോവാനും, പിന്നെ നമ്മുടെ നരയുണ്ടല്ലോ, തൈരും അമല പൗഡറും കൂടെ ആയതും കൊണ്ട് നമ്മുടെ നര നന്നായിട്ട് നരയെ മറയ്ക്കും. അതായത് ഡൈയൊക്കെ തേച്ച് ഇങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾക്ക് ഇപ്പം ഡൈ മാസത്തിൽ ഒന്ന് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു 3 തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നരയെ മറയ്ക്കാം, നമ്മുടെ മുടി വളർച്ച കൂടും, നമ്മുടെ താരം മാറും. അങ്ങനെ ഒത്തിരി ഗുണമുള്ളൊരു സാധനമാണ് അമല പൗഡറും തൈരും കൂടെ. ഞാനിങ്ങനെ തേക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ നിങ്ങളുടെ അടുത്തും കൂടെ കാണിക്കണമെന്ന്. പക്ഷെ അപ്പം പിന്നെ ടൈം കിട്ടത്തില്ല. ഇന്നിപ്പം മോള് പോയി. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് അവിടെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനെ താരൻ്റെ പ്രശ്നം വരുന്നത് കേട്ടോ. അവിടെ നന്നായിട്ടൊന്നിങ്ങനെ തേച്ച് മസാജ് ചെയ്യണേ. മസാജ് ചെയ്തില്ലെങ്കിലും സ്കാൽപ്പയിലോട്ട് തേച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. നല്ല തണുപ്പാണ്, നല്ല സുഖമാണ്. പിന്നെ ഇതിങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ മുടി വരും കേട്ടോ. നല്ലൊരു തണുപ്പാണ് മുടിക്ക്, അതാണ് നല്ലൊരു സുഖമാണ് തേച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഗുണം അറിയാമല്ലോ. അപ്പം ഈ ചെറിയ കുട്ടികൾക്കിലുണ്ടാകുന്ന നരയില്ലേ, അകാല നരയെന്ന് പറയത്തില്ലേ നമ്മൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾ മുടി കൊഴിച്ചിൽ മാറും, മുടിയുടെ വളർച്ച നിങ്ങൾ നോക്കിക്കേ. ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഒരു 2-3 മാസം ഒന്ന് തേച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ചൊറിച്ചിൽ മാറും, താരം മാറും, മുടി വളർച്ച കൂടും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് നെല്ലിക്കാപ്പൊടി കേട്ടോ. പിന്നെ അടുപ്പിച്ചിടുവാണെങ്കിൽ നന്നായിട്ട് നരയും മാറും. അടുപ്പിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ നര ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരും. നമ്മളിങ്ങനെ ചെവിയുടെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു സുഖമാണെന്നറിയോ. നിങ്ങളെ സ്പീഡിൽ കാണിക്കാവേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തേച്ച് കഴിഞ്ഞിടം വരെ നിങ്ങൾക്ക് ഇതായിപ്പോവും.
ഞാനൊരു 10-20 മിനിറ്റ് കൊണ്ടാണ് പതുക്കെ തേച്ച് മസാജ് ചെയ്ത് ഫുള്ള് മുടിയിലും സ്കാൽപ്പിലും ഫുള്ളൊരു ശകലം പോലും കളയാതെ ഞാൻ ഫുള്ള് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. നല്ലൊരു സുഖമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ തലയിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും നല്ലൊരു സുഖമാണ് തലയ്ക്ക് കേട്ടോ. ഇനി ഞാൻ എന്തായാലും 1 മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് താഴെ അടുക്കളയിൽ ഓരോ ജോലിയൊക്കെ ഉണ്ട്. ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഞാനിത് തലയിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നന്നായിട്ട് കുറേ നരയുള്ളവർക്ക് ഇത് തേച്ചിട്ട് നിങ്ങൾ കഴുകി കളയുമ്പോൾ നരയെല്ലാം അവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് മനസ്സിലോർക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റാണ് ഈ നെല്ലിക്കപ്പൊടിയും തൈരും അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറല്ലേ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നര മറഞ്ഞിരിക്കും. ഇതുപോലെ എൻ്റെ പോലത്തെ നരയാണെങ്കിൽ ഇവിടെയൊക്കെ വരുന്ന നരയാണെങ്കിൽ അത് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇങ്ങനെ മാറുന്ന പോലെ തോന്നും. ശകലം പോലും കളയാതെ. അത്ര നല്ല സാധനമാണിത് കേട്ടോ. അങ്ങനെ തോന്നും. അതല്ല ഒരുപാട് കെമിക്കൽ ഡൈയും എപ്പോഴും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഡൈ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് പിടിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. അതായത് ഒരു 5 പ്രാവശ്യം നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് മുടിയിലേക്ക് നമ്മുടെ ആയിക്കോളും. അതായത് നമ്മൾ പറയത്തില്ലേ നമ്മൾ ഡൈലൂട്ട് ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഡൈലൂട്ട് പോവാതെ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മുടിയിൽ നര തുടങ്ങുന്നവർ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ. എന്നാണെന്നറിയുമോ, ആദ്യമേ തന്നെ ഫസ്റ്റ് ഡൈലൂട്ട് പോവല്ലേ കേട്ടോ. ഇപ്പം പാർലറിൽ വരുന്നവർക്കാണെങ്കിലും ഞാൻ ഇവിടെ 2-3 നരയോ കുറച്ച് നരയൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ഞാൻ ഇങ്ങനെ ഡൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലേക്ക് ഫുള്ള് ഞാൻ ഇതുപോലത്തെ നമ്മൾ ഹെന്ന അറിയാമല്ലോ, കണ്ടീഷണറായിട്ട് ഇടുന്ന ഹെന്ന നമ്മുടെ മുടിക്ക് തണുപ്പ് കിട്ടാനും മുടി വളരാനും നരയെ മറയ്ക്കാനും ഒക്കെയുള്ള ഹെന്ന, സാധാ ഹെന്ന, അത് ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, ഡയ്യയിലോട്ട് ആരും പെട്ടെന്ന് തന്നെ കടക്കരുത്. നിങ്ങൾ നോക്കണം. പിന്നെ നമ്മുടെ കൂടെ ഒത്തിരി പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡൈയിലോട്ട് പോയവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ഇത് തേക്കാം. ഡൈ അങ്ങ് തേച്ചു, ഡൈ മാസത്തിൽ 1 വല്ലതും തേച്ചു ശുഭ. ഇനി ഇങ്ങനെ മെസ്സേജ് വരും, ശുഭ ഡൈ തേച്ചെടുത്ത് ഇതിങ്ങനെ തേച്ചാൽ പിടിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ മുടിയുടെ സുരക്ഷയ്ക്ക്, മുടി വളരാൻ, സ്കാൽപ്പ് ക്ലീൻ ആവാൻ, തൈരിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ നല്ലൊരു ക്ലെൻസറും ഒക്കെയാണ് നമ്മുടെ തൈര്. നമ്മുടെ മുഖത്തിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ തൈര് നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കാൻ, മുടി വളർച്ചയ്ക്ക്, പോഴ്സൊക്കെ ഒന്ന് ഓപ്പണായി നമ്മുടെ മുടിയെ ക്ലീൻ ആക്കുക. പിന്നെ അതിൻ്റെ കൂടെ അമല പൗഡർ, അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ നമ്മുടെ മുടിയിലിട്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഗുണമാണ്, ഒരു ദോഷവും നമുക്കില്ല. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അങ്ങ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ടല്ലോ, രാവിലെ അങ്ങ് ചെയ്യുക, എന്നിട്ട് അടുക്കള ജോലി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുക്കളയിലെ പണി നടക്കും, നമ്മുടെ മുടിയും നന്നായിട്ട് വരും. അപ്പോൾ ഡൈ തേച്ചവർക്കും ഇത് തേക്കാം കേട്ടോ. ആഴ്ചയിൽ 3 പ്രാവശ്യം തേക്കുക. തേക്കുമ്പോൾ തന്നെ നരയുള്ളവരുടെ നര മറിഞ്ഞു വരും. പിന്നെന്താ, പിന്നെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നെല്ലാം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഓർക്കും കേട്ടോ, അയ്യോ നിങ്ങളോടും കൂടെ പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ ഓർക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടുകയില്ല. ഇതിനകത്തൊരു ശകലം തൈരുണ്ട് കേട്ടോ, അതും കൂടെ കളയാതെ നമുക്ക് തൈര് നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. നമ്മുടെ മുഖത്തിനെ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ നമ്മൾ തൈരിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ തൈരിൻ്റെ വീഡിയോ ഇപ്പം ഇപ്പം 2 ദിവസമായി നോക്കിയിട്ട് എന്തായാലും അത് 1 മില്യൺ ആവാൻ പോകുന്നുണ്ട്. അത് ഞാൻ പറയാം. എൻ്റെ വീഡിയോ കണ്ടിട്ട്, തൈരിൻ്റെ ഒരു വീഡിയോ അത് കണ്ടിട്ട് ഇപ്പോഴും കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചേച്ചി ഈ മുഖം നല്ലതായി എന്നും പറഞ്ഞ് എന്നും ഇട്ടോട്ടെ ഏതും കൂടെ ചോദിക്കുന്ന ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇത്രയൊക്കെ പറയുന്നുള്ളൂ. നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ടൈം പോകും. നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ കാണും. അങ്ങനെ ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ വീഡിയോ വരണ്ട. ഞാനിങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടേ വീഡിയോ ചെയ്യത്തുള്ളൂ. ഞാനുള്ള കാര്യം തുറന്ന് പറയുക കേട്ടോ. ചിലർ പറയുന്ന കേൾക്കാം, നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കാര്യം അറിയുകയും ചെയ്യണം, നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങ് സ്കിപ്പ് അടിച്ച് പോക്കണം. വേണ്ടാത്തവരും എന്നെ കാണണ്ടാത്തവരും കേട്ടല്ലോ. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.